ഹലോ വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തേത് മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഹീസുട്ടൻ്റെ ഹെയർ കട്ട് വ്ളോഗാണ്. വേറെ ഒരു വീഡിയോയ്ക്കും വേണ്ടിയിട്ട് ഇത്രയും റിക്വസ്റ്റ് വന്നിട്ടില്ല കേട്ടോ. ഈ ഒരു വ്ളോഗിന് വേണ്ടിയിട്ടുള്ള ഈ ഹീസുട്ടൻ്റെ ഹെയർ കട്ടിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു ഒന്നോ രണ്ടോ പേര് മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷേ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുന്നവരുണ്ടായിരുന്നു. പിന്നെ പഴയ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുന്നവരുണ്ട്. പുതിയ വീഡിയോയ്ക്ക് താഴെ ഓരോ ദിവസവും ഇടുന്ന വീഡിയോയ്ക്ക് താഴെ ഓർമ്മിപ്പിക്കുന്ന ചിലരുണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ ഹെയർ വളരാത്തത് കൊണ്ട് കൊണ്ടുവെട്ടാനുള്ള ആ ഒരു സിറ്റുവേഷനും അല്ലായിരുന്നു. ഇങ്ങനെ എന്നും ഹെയർ കട്ട് ചെയ്യുമോ എന്നിങ്ങനെ മെസ്സേജുകൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ വിചാരിക്കും മുടി വളരുന്നുമില്ലല്ലോ. കാരണം എല്ലായിടത്തും ഇങ്ങനെ കാണുന്ന സമയത്ത് മുടിയുണ്ടെന്ന് തോന്നുമെങ്കിലും എല്ലായിടത്തും ഒരേപോലെ വളരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതായിരുന്നു ഞാൻ ഇങ്ങനെ ലേറ്റ് ആവാൻ കാരണം. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന കല്ലർ തന്നെയുള്ള വെഡ്വെയിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സമയം 8 മണിയാണ്. ഷോപ്പ് ക്ലോസ് ചെയ്യുന്ന ആ ഒരു സമയത്താണ് നമ്മൾ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ വരാനായിട്ട്. കാരണം കുറേ ദിവസങ്ങളായിട്ട് 2 ആഴ്ചയോളമായിട്ട് ഞാൻ ഇങ്ങനെ വിളിച്ചിട്ട് ബുക്ക് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ഒരേ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2-3 പേരുണ്ടായിരുന്നു ഇവിടെ ഹെയർ കട്ടിന് വേണ്ടിയിട്ട്, സ്റ്റൈലിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഒരാൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൻ്റേതായ തിരക്കുണ്ട് കേട്ടോ. രാവിലെ തന്നെ ഫുൾ ബുക്കിംഗ് ആണ്. ഒരു 10-20 പേരെങ്കിലും ബുക്ക് ചെയ്ത് ഹെയർ കട്ടിന് വേണ്ടിയിട്ട് ഇരിക്കാറുണ്ട്. അപ്പോൾ ഇവനെയും കൊണ്ടുപോയി ഇരുന്ന് വെയിറ്റ് ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ നമ്പറൊക്കെ വാങ്ങി നേരത്തെ വിളിച്ച് തിരക്കാറുണ്ട് ഇന്ന് എപ്പോഴാണ് ഫ്രീ ആവുന്നത്. എല്ലാ ദിവസവും ഞാൻ ചോദിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് പേരുണ്ടാവും. 8 മണിക്കാണ് ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ 8:30 വരെയും ആളുണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ നീട്ടി വെക്കുകയായിരുന്നു. ഇപ്പോൾ എന്തായാലും അത്യാവശ്യം ഹെയറൊക്കെ ആയതുകൊണ്ട് ഞാൻ ഒരാഴ്ചയായിട്ട് ഇവൻ്റെ ഹെയർ കട്ടിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ ഇന്നാണ് അതിനുള്ള ദിവസം കിട്ടിയിട്ടുള്ളത്. അങ്ങനെ 8 മണിക്ക് രാത്രിയിൽ ഞാനും ഹീസുട്ടനും സലൂണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നിങ്ങളെല്ലാവരും റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള അപ്പാച്ചി കട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് പേര് സീറോ കട്ടിൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഹെയർ സ്റ്റൈലിസ്റ്റ് വന്നു, ഹെയർ കട്ടൊക്കെ പറഞ്ഞു കൊടുത്തു. ആദ്യം നല്ല കുട്ടിയായിട്ടൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നീട് ഭയങ്കര കച്ചറയായിരുന്നു. ആ ഒരു കേപ്പ് ഇട്ട സമയത്ത് ദേഹത്തൊന്നും ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഏപ്രിൻ പോലത്തെ ഒരു സംഭവം കെട്ടില്ലേ, ആ ഒരു കേപ്പ് കെട്ടുന്ന സമയത്ത് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അത് ഇഷ്ടമേ അല്ല, അത് ഭയങ്കര ബഹളമാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു അത് കെട്ടണ്ടാന്ന്. പക്ഷേ ദേഹത്ത് ആയി കഴിഞ്ഞാലോ എന്ന് കരുതിയിട്ട് ആൾ ഇടാനായിട്ട് നോക്കിയിട്ട് ആ സമയത്ത് കുറച്ചൊന്ന് കരച്ചിലുണ്ടായിരുന്നു. കരച്ചിലല്ല, കുറച്ച് വാശിയും അതെടുത്ത് കളയാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടായിരുന്നേ. അങ്ങനെ ഞാൻ പറഞ്ഞു കേപ്പ് ഇടണ്ട, കേപ്പ് ഇട്ടാൽ ആൾ ഓക്കെ ആവില്ല എന്ന്. അങ്ങനെ അതൊക്കെ മാറ്റിയിട്ട് സ്ഥിരം പോലെ തന്നെയാണ് അവൻ്റെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് തന്നെ അതിലൊക്കെ ആയിക്കൊണ്ട് തന്നെ ഹെയർ കട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവൻ്റെ ഹെയറിൻ്റെ ലോവർ പോർഷനൊക്കെ മാർക്ക് ചെയ്തിട്ട് അത്രയും ഭാഗം സീറോ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഒരുപാട് വളർന്നിട്ടില്ല എങ്കിലും ഫ്രണ്ട് പോർഷനിലൊക്കെ നന്നായിട്ട് ഹെയർ ഒരു അറേഞ്ച്ഡ് അല്ലാത്ത രീതിയിൽ അവിടെ ഇവിടെ ആയിട്ട് വളർന്നു നിൽക്കുന്നുണ്ടായിരുന്നേ. അതൊന്ന് ലെവൽ ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ആ ഒരു കേപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രീതിയിൽ ഡ്രസ്സിലാവുന്നതുകൊണ്ട് ആൾക്ക് എപ്പോഴും അവന് ആ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാവുമെന്ന് കരുതിയിട്ട് ആ ഒരു ഹെയർ സ്റ്റൈലിസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് അത് തുടച്ച് മാറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല കെയർ ഉള്ള ആളായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വേറൊരാളായിരുന്നു കേട്ടോ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൾ നല്ല ഫ്രണ്ട്ലി ഒക്കെയാണ്. പക്ഷേ ഇദ്ദേഹം ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ കുഞ്ഞിൻ്റെ കംഫർട്ട് നോക്കിയിട്ടാണ് കേട്ടോ ആൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലാസ്റ്റൊക്കെ ആയ സമയത്ത് അവൻ ഭയങ്കര കച്ചറയായിരുന്നു കേട്ടോ. ആദ്യമൊക്കെ നല്ല കുട്ടിയായിട്ടൊക്കെ ആയിരുന്നു. അത് ഏത് പോർഷനിലാണെന്ന് ഞാൻ പറഞ്ഞു തരാവേ. അങ്ങനെ ബാക്ക് സൈഡൊക്കെ ഹെയർ കട്ട് ചെയ്തു, നല്ല രീതിയിൽ ലെവൽ ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിലാണ് അവന് കുറച്ച് മുടി ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ലെവൽ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെയൊക്കെ ഓരോ സ്ഥലത്ത് ചെയ്യുന്ന സമയത്തും നല്ല തിക്നെസ് ഇല്ലാത്തത് കൊണ്ട് ബോറായി പോകുമെന്ന് പറഞ്ഞിട്ട് നോക്കിയാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റൊക്കെ ആയപ്പോൾ ഭയങ്കര ബഹളമായിരുന്നു. ഫസ്റ്റ് തന്നെ ഞാൻ അവൻ്റെ കാർട്ടൂണൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ബഹളമായിരിക്കും. ആൾ ഇത്രയെങ്കിലും കംഫർട്ടബിൾ ആവുന്നത് ആ ഒരു കാറിലിരിക്കുന്ന സമയത്താണ് കേട്ടോ. അത് കുട്ടികൾക്ക് ഒരു ആശ്വാസമാണെന്ന് തോന്നുന്നു കുറച്ച് നേരം. കുട്ടികൾക്കല്ല കേട്ടോ, കൂടെ പോകുന്ന അമ്മമാർക്കും കൂടെ പോകുന്ന ആൾക്ക് കുറച്ചൊന്ന് സമാധാനമായിട്ട് ഇരിക്കാനായിട്ട് പറ്റും കേട്ടോ. കാരണം അതിൻ്റെ ആ ഒരു ശ്രദ്ധയിലും ഒക്കെ ആവും. ഹീസുട്ടൻ ഇപ്പോൾ 2-3 പ്രാവശ്യം വന്നതുകൊണ്ട് ഇപ്പോൾ കാറിൻ്റെ ആ ഒരു പുതുമയൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫോണിൻ്റെ കാര്യമൊക്കെ നടക്കുകയുള്ളൂ. അങ്ങനെ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് നേരം കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ട് വന്നു. ആ ഒരു സമയത്ത് മാക്സിമം ആൾക്ക് നന്നായിട്ട് പണിയെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിലെ പോഷൻ വന്നപ്പോഴാണ് ഏറ്റവും കച്ചറ സ്വഭാവം കാണിച്ചത്. കാരണം അവൻ്റെ ഫുൾ മുടിയും മുട്ട അടിക്കുന്ന പോലുള്ള പ്രശ്നമായിരുന്നു. ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. മുടി ചീകുന്ന ആ ഒരു സമയം തൊട്ടേ ആൾ ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ. ഈ ഒരു വീഡിയോ ഇടുന്ന
സമയത്ത് ചൈൽഡ് വയലേഷനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ കുറേ ഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയുകയെ. കാരണം അത്രയും ഭയങ്കര കരച്ചിലായിരുന്നു, ഭയങ്കര ബഹളവും കരച്ചിലും, കത്തിയൊക്കെ എടുത്ത് ദൂരെ എറിയുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാരണം അവനെ ഇല്ല കൊല്ലാൻ കൊണ്ടുവരുന്ന പോലെയാണ് കേട്ടോ അവനെ കട്ട് ചെയ്യുന്ന സമയത്ത് അവൻ്റെ റിയാക്ഷൻ. അതുകൊണ്ട് അതൊന്നും ഫുൾ ഇടാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് കുറേ ഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇടുന്നത്. ഇടയിൽ തന്നെ ഫോണ് താഴെ പോയി. പിന്നെ കുറേ നേരം ഒന്ന് ഓക്കെ ആക്കാനായിട്ട് വീണ്ടും നമ്മൾ വെയിറ്റ് ചെയ്തു. അവരാണെന്നുണ്ടെങ്കിൽ ഷോപ്പ് ക്ലോസ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. എങ്കിലും എല്ലാം കൂടി ഒരു അരമണിക്കൂറിനകത്തേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളേ. അങ്ങനെ ഫ്രണ്ടിലായിരുന്നു കുറച്ച് ടാസ്ക്, ബാക്കിയുള്ളതൊക്കെ അവൻ നല്ല കുട്ടിയായിട്ടിരുന്നു. അതുകൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് അവൻ്റെ മൂടൊന്ന് ഓക്കെ ആയതിന് ശേഷമാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫ്രണ്ടിൽ ഭയങ്കര പ്രശ്നമായിരുന്നു ആൾക്ക്. പിന്നീട് പുതിയ കാർട്ടൂണൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് ചീകി കൊടുത്തിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിൽ. അതിനുശേഷം ആൾ തന്നെ കട്ട് ചെയ്തു. പെൺകുട്ടികൾക്കാണ് കറക്റ്റ് റൗണ്ട് ഷേപ്പിലൊക്കെ ഫ്രണ്ടിൽ കട്ട് ചെയ്യുന്നത്. ബോയ്സിന് അങ്ങനെ ഫ്രണ്ടിൽ അങ്ങനെ ഒരുപാടൊന്നും ലെവൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു മാമാട്ടിക്കുട്ടി സ്റ്റൈലിൽ ഫ്രണ്ടിൽ അങ്ങനെ കട്ട് ചെയ്യുന്നത് പെൺകുട്ടികൾക്കാണ് കേട്ടോ. ആൺകുട്ടികൾക്ക് അങ്ങനെ ഇല്ല, ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്യുക മാത്രമേ ഉള്ളൂ അവർക്ക്. അപ്പോൾ അങ്ങനെ ഫ്രണ്ടും കട്ട് ചെയ്തു. അപ്പോഴൊക്കെ ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ, ഭയങ്കര കരച്ചിലും സീനൊക്കെ ആയിരുന്നു. ഹെയർ അങ്ങനെ ചീകിയതിന് ശേഷം ഫ്രണ്ടിലെ പോർഷൻ കട്ട് ചെയ്യാനായിട്ട് വന്ന സമയത്ത് തന്നെ ഭയങ്കര ദേഷ്യമായിരുന്നു കേട്ടോ. കുറച്ചൊന്നും ടെററായിട്ടുണ്ടായിരുന്നു ഫസ്റ്റൊക്കെ തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് മൂഡ് നോക്കി ആയതിന് ശേഷം വിട്ടാന്ന്. ആൾക്ക് ആ ഒരു ചീകുന്നതിൻ്റെ ആ ഒരു ഇറിറ്റേഷൻ കൊണ്ടാണോ എന്തോ ഭയങ്കര ബഹളമായിരുന്നേ. കുറച്ചൊക്കെ ഞാൻ വീഡിയോ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു മൂഡൊക്കെ ഓക്കെ ആക്കി ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഞാൻ സെറ്റാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തന്നെ ഫ്രണ്ട് പോർഷൻ ചീകി കൊടുത്തതിന് ശേഷം ആളെ കൊണ്ട് കട്ട് ചെയ്യിപ്പിച്ചേ. അതിന് തന്നെ കുറച്ച് നേരം എടുത്തിട്ടുണ്ടായിരുന്നു. വേറെ കാർട്ടൂണൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് സെറ്റാക്കി കളിപ്പിച്ച് അങ്ങനെയൊക്കെയാണ് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹെയർ സ്റ്റൈലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് പെർഫെക്ഷനിസ്റ്റിൻ്റെ ആളായതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ കട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാനുള്ള ഒരു ത്വരയിലായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ടാന്ന്, ഒന്ന് ജസ്റ്റ് ഒന്ന് ഓക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെയെങ്കിലും പമ്പ് അടക്കാന്നുള്ളൊരു സെറ്റപ്പിലായിരുന്നു കേട്ടോ ഞാൻ. ബാക്കിയുള്ള പോർഷനൊക്കെ കട്ട് ചെയ്ത സമയത്തും ആ ഒരു സീറോ കട്ട് അടിച്ച സമയത്തും ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ സമയം എടുത്ത് എനിക്ക് തോന്നുന്നതിന് തന്നെ വേണ്ടിയിട്ടായിരിക്കും. കാരണം അത്രയും സമയം എടുത്തിട്ടുണ്ടായിരുന്നു. ചീകും അവനാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇറിറ്റേഷൻ കാരണം മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ദേഹത്തൊക്കെ മുടിയായതിൻ്റെ ആ ഒരു ചൊറിച്ചിലും ഇറിറ്റേഷനും ഒക്കെ അത് വേറെ സൈഡിൽ. ആദ്യമൊക്കെ ആ സംഭവം കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞ് നിന്നേ, പക്ഷേ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ പിടിച്ചിട്ടും റെഡി ആവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ലാസ്റ്റ് ഒരു രീതിയിൽ നടക്കില്ല എന്ന് കണ്ടപ്പോൾ പിടിച്ചു വെച്ചിട്ട് കട്ട് ചെയ്യലൊക്കെ ആയിരുന്നു കേട്ടോ സംഭവം. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചൈൽഡ് വയലേഷൻ പ്രശ്നമൊക്കെ യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ ഇടയ്ക്ക് ഇതുപോലുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ചൈൽഡ് വയലേഷൻ എന്ന് പറഞ്ഞിട്ട്. യേസുട്ടൻ്റെ കുളിപ്പിക്കുന്ന ഒരു വീഡിയോയിലാണ് കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കുന്ന ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളായിരിക്കും, പക്ഷേ ഉള്ളതുകൊണ്ട് അത് ഡിറ്റക്റ്റ് ചെയ്യുകയും അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാവുകയും ചെയ്യും. ഇത് ചാനലിന് ഭയങ്കര പ്രശ്നമായിരിക്കും. ഫ്രണ്ട് പോർഷൻ ഒരു രീതിയിലും വെട്ടാൻ സമ്മതിക്കാത്തത് കൊണ്ട് വീഡിയോ എടുക്കലും അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ അവനെ പിടിക്കലും ഒക്കെ കണ്ടിട്ട് ഷോപ്പിൻ്റെ മാനേജർ വന്നിട്ട് ആൾ ബാക്കി വീഡിയോ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കൈൻഡ് പേഴ്സൺ ആയിരുന്നു കേട്ടോ. ആൾ വീഡിയോ എടുത്ത് തന്നതുകൊണ്ട് ബാക്കി ഞാൻ അവനെ മുറുക്കി പിടിച്ച് കയ്യിലൊക്കെ പിടിച്ച് ഇറുക്കി വെച്ചിട്ടാണ് ബാക്കി പോർഷൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുവിധം ഓക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിർത്താം, ഇവിടെ നിർത്താം, കാരണം വയ്യ, അത്രയ്ക്കും ബഹളമായിരുന്നു അവിടെ കിടന്ന്. അങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കട്ട് ചെയ്ത് ഇറങ്ങിയപ്പോൾ ആൾ നല്ല കുട്ടപ്പനായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടമായി എന്നുള്ളത് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുതേ. അപ്പോൾ നിങ്ങളെല്ലാവരും റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഇതാ വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ടും അതേപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ്സ് രേഖപ്പെടുത്താനും മറക്കണ്ട കേട്ടോ. നെക്സ്റ്റ് വ്ളോഗിൽ ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് കാണാം. അപ്പോൾ ബൈ.